ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാഞ്ചനയും പ്രഭയാവതിയും കൂടെ മോനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. കുട്ടിക്കാലത്ത് അവന് പല പ്രണയങ്ങളുണ്ടെന്നും ഈ പ്രണയം കാരണം വീട്ടിൽ അടിയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയതും സ്കൂളിലും കോളേജിലൊക്കെ എന്നും അച്ഛന് ചെന്ന് പരാതി കേൾക്കാനും അതിന് പരിഹാരം ചെയ്യാനും ഒക്കെ നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നടന്നവനല്ലേ, തലതെറിച്ചവനായിട്ടല്ലേ നടന്നത്. അവനെ ഒരു പോസ്കോ കേസിലെങ്ങും ഇടപെടാതിരുന്നത് എന്നെ ഭാഗ്യമാണ് എന്നിങ്ങനെ കാഞ്ചന പറയാട്ടോ. ഇതെല്ലാം മീനു കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ആ അഞ്ജലിയെ തന്നെ കണ്ടില്ലേ, കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് നടക്കായിരുന്നു. എന്നിട്ട് അവസാനം എന്തായി, അവളെയും ഉപേക്ഷിച്ചു. അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവൻ ഉപേക്ഷിക്കും. ഇത് തന്നെയാണ് അവൻ്റെ സ്വഭാവം. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? പാവം മീനും. അവൾ ഇതിൽ പെട്ടുപോയി. അവസാനം ഒരുത്തിയെ കല്യാണം കഴിച്ചു. എന്നിട്ട് എന്താ പ്രയോജനം? ഇപ്പോഴും അഞ്ജലിയായിട്ടല്ലേ കറക്കം. ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് ബൈക്കിൽ കറങ്ങി നടക്കലും ഒക്കെ തന്നെയാണ് അവൻ്റെ പണി. ഇവൻ ഇനി എന്താ ചെയ്യുക? ഇങ്ങനെ ആയിപ്പോയില്ലേ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയും കാഞ്ചനയും കൂടെ ഇങ്ങനെ പറയാട്ടോ. പാവം തന്നെ, മീനുവിൻ്റെ കാര്യം കഷ്ടം തന്നെ എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ദേ മീനു വന്ന് നിൽക്കുന്നു, കേട്ടോ എന്തോ, ദൈവമേ അമ്മയെ മിണ്ടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ മീനു കേൾക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മീനു അതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് വെളിയിൽ ഉമ്മർത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാഞ്ചനയും പ്രഭയും കൂടെ പറയും, എന്തായാലും ഇത് ഏറ്റിട്ടുണ്ട് അവൾക്ക് നന്നായിട്ട്. അർജുനെക്കുറിച്ച് നമ്മൾ ഇത്രയും മോശമായിട്ടൊക്കെ അല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാം. വെളിയിൽ പോയി സങ്കടപ്പെട്ടിരിക്കുന്ന മീനുവിനെ കണ്ട് അഖില അങ്ങോട്ട് വരികയാണ്. എന്താ ചേച്ചി വല്ലാണ്ടിരിക്കുന്നത്? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, വീണ്ടും തുടങ്ങിയോ പഴയ പോലെ? അഞ്ജലി വിഷയമൊന്നും കഴിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അഖില ചോദിക്കുക കേട്ടോ. കഴിഞ്ഞിട്ടില്ല, അവൾ ഇന്നലെയും വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൂടായിരുന്നോ അർജുനേട്ടനോട്? ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു ചേച്ചി എന്ന് പറയാം. അങ്ങനെ അല്ല അഖില, അവൾ ഇന്നലെ വന്നിരുന്നു. അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു പോയി വെളിയിലാക്കിയതാ. പക്ഷേ അവൾ എന്നെ തെളിവ് സഹിതം കാണിച്ചിരിക്കുക, മൊബൈലിലുള്ള കാര്യങ്ങളും എല്ലാം, ഇന്നലെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് അഖിലയോട് മീനു പറയുക കേട്ടോ. അങ്ങനെ അപ്പോൾ അഖില പറയുന്നുണ്ട്, എന്തായാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ തന്നെ ചേച്ചി ഇവിടെ നിന്ന് ഓടിക്കണമെന്നും പറഞ്ഞാണ് ഇവിടെ രണ്ടെണ്ണം കിടക്കുന്നത്. അവരും ഇവളും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഓരോ തരികിട പ്ലാനുകളായിരിക്കും. ഇതിലൊന്നും പോയി ചാടി കൊടുക്കല്ലേ ചേച്ചി, ഇങ്ങനെ വിശ്വസിക്കാൻ നിൽക്കല്ലേ. ആദ്യം അർജുനേട്ടോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സ് തുറക്കാൻ നോക്കുക. അങ്ങനെയല്ല അഖില, എന്നെ ചതിച്ചതാ, ഞാൻ ഈ ചതിയിൽ പെട്ടതാ. എന്തൊക്കെ തന്നെയാലും ഞാൻ വിശ്വസിക്കുമായിരുന്നു അർജുനെ. പക്ഷേ ഈ ഒരു വീഡിയോസ് കണ്ട എങ്ങനെ വിശ്വസിക്കാൻ? അതിന് അഞ്ജലി അർജുനേട്ടനോട് നല്ല ഇടപഴകിയാണ്, നല്ല ഫ്രണ്ട്സായിട്ട് കഴിഞ്ഞു വരുന്നല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ എടുത്തതായിരിക്കാം, ഇപ്പോഴുള്ളതായിരിക്കില്ല. അത് നീ സമാധാനപ്പെട് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ മീനും അത് കേൾക്കുന്നില്ല കേട്ടോ. നിനക്ക് വട്ടാണ്, നീ പിന്നെ എന്തോ എനിക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അഖില ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ മീൻ ചെന്ന് കട്ടിലിൽ കിടക്കുമ്പോഴത്തേക്കും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? അർജുൻ ഒരു വിധത്തിൽ സത്യം പറയുന്നുമില്ല, അർജുൻ എങ്ങനെ വിശ്വസിക്കാനും പറ്റുന്നില്ല. പക്ഷേ പെറ്റ അമ്മ കള്ളം പറയുമോ? ഇല്ലല്ലോ. സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ ഒരു മോനെക്കുറിച്ച് പറയണമെങ്കിൽ എന്തെങ്കിലും സത്യാവസ്ഥ കാണത്തില്ലേ എന്നിങ്ങനെ വിചാരിച്ച് കിടക്കുകയാണ്. ആ സമയത്താണ് അർജുൻ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ മീനു കിടക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി മീനു അത്ര നല്ലൊരു രീതിയിലല്ല എന്നുള്ളത്. കാര്യങ്ങൾ വന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മീനും മിണ്ടുന്നില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറയണം. അപ്പോൾ പറയണുണ്ട്, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സാണ്, നീ കഴിക്കണം, നീ ഇവിടെ എല്ലാവർക്കും അത് കൊടുക്കുകയും വേണം എന്നിങ്ങനെ പറയണം. എനിക്ക് വേണ്ട, അങ്ങനെ പറയല്ലേ മീനു, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ അത് തുറന്ന് പറ, നിൻ്റെ മനസ്സിൽ വെച്ചത് ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാം. അവസാനം ശരി, നിനക്ക് മനസ്സ് തുറക്കാൻ സമയമുള്ളപ്പോൾ നീ തുറന്നാൽ മതി, ഞാൻ പോകുന്നു, വെളിയിലോട്ട് പോവുകയാണ്, എന്തായാലും നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്വയം വിചാരിക്കാൻ കേട്ടോ. അവൾ എന്തായാലും മീനു സങ്കടപ്പെടണ കാണാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അവളെ സങ്കടപ്പെടുത്തുന്ന എന്തോ കാര്യം അവൾ അലട്ടുന്നത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദിനേശ് വരുന്നത് കേട്ടോ. ദിനേശ് ചോദിക്കണം, നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാത്ത നീയല്ലേ, മീനുവിൻ്റെ കൂടെ അല്ലേ? അങ്ങനെയല്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് അവളുടെ സ്വഭാവം ആകെ മാറിപ്പോയി, എന്താണെന്ന് അറിയില്ല, അവൾ ഭയങ്കര വിഷമതില്ല. അഞ്ജലി എങ്ങനെ വന്നോ? അഞ്ജലിയുടെ കാര്യത്തിലാണോ എന്നിങ്ങനെ ദിനേശ് ചോദിക്കാൻ കേട്ടോ. ഇല്ല, അഞ്ജലിയുടെ കാര്യമല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതാണ്, ഇത് വേറെ എന്തോ ആണ്. പക്ഷെ അവളത് പറയുന്നില്ലല്ലോ, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളുടെ മനസ്സിൽ വിഷമിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനത് കണ്ടുപിടിക്കും, എന്നിട്ട് ഞാനത് പരിഹാരം കണ്ടെത്തുകയും ചെയ്യാം, അല്ലാതെ ഇങ്ങനെ ഞാൻ അവളെ വിഷമിക്കാൻ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ദിനേശിനോട് പറയട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അഖില റൂമിലിങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഓരോന്നും കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അഖിലേക്ക് തോന്നുന്നുണ്ട്, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് കരോട്ട പഠിച്ചാലോ, കാരണം ഇവിടുത്തെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണല്ലോ, ഇവരുടെയൊക്കെ മുമ്പിൽ കുറച്ച് കരോട്ടയും കാര്യങ്ങളൊക്കെ പഠിച്ച് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ തറയിൽ കിടന്നിട്ട് പുഷപ്പൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് ഗൗതം അങ്ങോട്ട് കയറി വരിക കേട്ടോ. ഗൗതം നോക്കുമ്പോൾ ഇവക്ക് എന്താ വട്ടായോ? ഇതിനൊക്കെ ഒരു സമയവും കാലവും ഇല്ല, എക്സർസൈസ് ചെയ്യുന്നത് ഈ പാതിരാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ടൂടെ എന്താ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്
ഫോൺ എടുത്തിട്ട് അഖില പറയാണ്, അയ്യോ കാർത്തിക്കിനെ വിളിക്കാൻ മറന്നല്ലോ ദൈവമേ എന്നും പറഞ്ഞിട്ട് കാർത്തികേ എന്നൊക്കെ പറഞ്ഞ് അനിയത്തി വിളിക്കാം കേട്ടോ. അപ്പോൾ അനിയത്തി ഫോൺ എടുത്ത് കാർത്തിക് തന്നെ പറഞ്ഞു എന്ന് അനിയത്തി പറയാണ്. അയ്യോ കാർത്തികേ എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു, അതാ ഞാൻ മറന്നു പോയടാ ചക്കരയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സൊള്ളാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇവിടെ ഗൗതമിനെ തരിച്ചിട്ട് വയ്യ കാലും കയ്യനും. അപ്പം പറയാം, നിർത്തടി കുറേ നേരമായാലും നീ ആരോടാടി കൊഞ്ചയും കുഴയും ചെയ്യുന്നു. അയ്യോ ഇത് നീ എന്തിനാ ഇവിടെ കിടന്ന് അലയ്ക്കുന്നേ, ഞാൻ എൻ്റെ കാർത്തികിനോടാണ് സംസാരിച്ചത്, നിനക്കെന്താ കാര്യം, നിന്നോടല്ലേ പറഞ്ഞ് അവനോട് ഇങ്ങനെ കിടന്ന് കൊഞ്ചാനും കുഴയാനും പറ്റില്ലെന്ന്, ഇവിടെ ഇതൊന്നും നടക്കത്തില്ല, ഇങ്ങോട്ടെടി ഫോൺ, അവൻ ആരടി എന്നും പറഞ്ഞ് ഫോൺ പിടിച്ച് വാങ്ങാം കേട്ടോ. പക്ഷേ അഖില കൊടുക്കുന്നില്ല, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയായി. അവസാനം അഖില നമ്മുടെ ഗൗതമിനെ തള്ളി ഇടുകയാണ് കേട്ടോ, കട്ടിലേക്ക് മറിഞ്ഞടിച്ചൊന്ന് വീഴണം. അപ്പോൾ ഗൗതമിൻ്റെ ദേഷ്യം അത്രയും അവിടെ കിടന്ന് തലേണ എടുത്ത് അടിച്ച് ശരിയാക്കാണ്. ഞാൻ ശരിയാക്കി തരുവോടി, നീ ഇത് ആയവനാണ് നീ ഇങ്ങനെ വിളിച്ച്, നിൻ്റെ കാർത്തിക് ഞാൻ അവനെ കണ്ടുപിടിക്കും, നിൻ്റെ കള്ള കാമുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. ഇത് കേട്ടിട്ട് നമ്മുടെ കാഞ്ചന റൂമിൽ ഒളിഞ്ഞ് നോക്കലാണല്ലോ പണി. ഇവിടെ ഭയങ്കര വഴക്കും ബഹളവും ഇതെല്ലാം കാഞ്ചന കേൾക്കുവാണ്. ഇത് ആരായി കാർത്തിക്, ഇവളാൾ കൊള്ളാമല്ലോ, അപ്പോൾ ഇവിടെ കാമുകനല്ലേ, ശരിയാക്കി തരാടി എന്നും പറഞ്ഞിട്ട് നേരെ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പറയാം, അമ്മേ ഒരു പ്രശ്നമുണ്ട്. എന്താടി? അതെ ഈ അഖില നമ്മൾ വിചാരിച്ച പോലെ അല്ല, കാഞ്ഞ സാധനമാണ്. അത് നീ എന്നാണ് മനസ്സിലാക്കണം, അവളെ നമുക്ക് അറിയാമെന്നുള്ളതല്ലേ അവൾ കാഞ്ഞ സാധനം. അങ്ങനെയല്ലേ അവൾക്ക് വേറൊരു കാമുകനുണ്ട് കാർത്തിക് എന്നും പറഞ്ഞിട്ട് അവനതേ ഗൗതത്തിൻ്റെ മുമ്പിൽ വെച്ച് ഫോൺ വിളിക്കുകയും റൊമാൻസ് കാണിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ തമ്മിൽ ഭയങ്കര വഴക്കം അതിനകത്ത്. ആണോ അവൾ അത്രക്കാരിയാണോ? അതേമേ അവൾ ആൾ കൊള്ളാമല്ലോ, എത്രയൊക്കെയായാലും കാമുകന്മാരൊക്കെ ഉണ്ടാവാം എന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഇവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ളൊരു കാരണം കിട്ടി, അവനിങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗൗതം ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ഗൗതമിനോട് ഇവിടെ വാടാ, ഈ കാർത്തിക് ആരടാ എന്ന് നോക്കുമ്പോൾ ഗൗതം അന്തം വിട്ട് നിൽക്കുകയാണ്. ആരടാ പറയടാ, അവളുടെ കാമുകനാണോ? നാണം ഉണ്ടോടാ നിനക്ക്, നിൻ്റെ മുമ്പിൽ വെച്ച് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, നീ ഒരു ആണാണോടാ, അവൾക്ക് നല്ല അടിച്ച് വെളിയിലാക്കടാ അവളെ എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന പറയട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറയണം, അമ്മേ അതിനുള്ള അത് ആരാൻ ചോദിക്കാനുള്ള അതിനുള്ള വോയിസ് ഒന്നും എനിക്കില്ല. അതെന്താ നിനക്കില്ലാത്തത്? അല്ല ഞാനാ ഇത് തുടക്കം ഇട്ടത്, ഞാൻ അവളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ലിസി എന്നും പറയുന്ന ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പറയുമായിരുന്നു, എനിക്ക് എൻ്റെ കാമുകിയാണെന്നും പറഞ്ഞിട്ട്. ആരാടാ ലിസി? ഞങ്ങളറിയാതെ ആരാടാ നീ പ്രണയിക്കുന്നത്? അങ്ങനെയല്ലമ്മേ, ഞാൻ ദിനേഷിനെ വിളിച്ചത് ലിസിന്ന് ചുമ്മാ അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാണ്. അവസാനം ഇപ്പോൾ അവൾ എന്ത് ചെയ്ത് അതിനെതിരായിട്ട് യഥാർത്ഥത്തിലും അവളുടെ കാമുകനെ വിളിച്ചു കാർത്തിക്. ഇപ്പോൾ ദേ അത് നിർത്തുന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. അയ്യേ നാണം കിട്ടവൻ, കരയാണോ നീ? അയ്യേ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്കൊക്കെ നാണം ഉണ്ടോടെ, കരയുന്ന അവളെ അടിച്ച് വെളിയിലാക്കി കൂടെ നിനക്ക് എന്ന് പറയണം കേട്ടോ. എന്തായാലും ഇതൊരു കാരണമായിട്ട് നീ എടുക്കണം, എന്നിട്ട് അവളെ ഇവിടുന്ന് പുറത്താക്കണം, ഡിവോഴ്സ് ചെയ്യണം, ഇതാണ് നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ കാഞ്ചന ഉപദേശിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറഞ്ഞു, അങ്ങനെ ഞാൻ അവളെ ഉപേക്ഷിക്കില്ല, ഇവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, രണ്ടുപേരും കൈയോടെ പിടിച്ചിട്ടേ ഞാൻ ഉപേക്ഷിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഗൗതം പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ ഇവർക്ക് തമ്മിൽ സന്തോഷമായി, നീ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നത്തിലുള്ള കാരണം കിട്ടിയല്ലോ, എത്രയും വേഗം അഖിലേനെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാനുള്ള കാരണമായല്ലോ. അങ്ങനെ വലിയ കാര്യത്തിൽ ഗൗതം നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ദിനേശ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ലിസിനെ വിളിച്ച് പറ്റിക്കുകയല്ലേ, എങ്ങനെ ഇയാളുടെ മുമ്പിൽ പിടിച്ച് പോവും. അങ്ങനെ ദിനേശിനെ കാണാതെ ഒളിച്ച് പോവാണ്. പെട്ടെന്ന് ദിനേശ് കണ്ടുപിടിക്കുന്നുണ്ട്, ഗൗതമേ ഇങ്ങോട്ട് വാടാ. ഇല്ലില്ല ഞാൻ പോവാന്ന് പറഞ്ഞു. വാ ദാ ലിസി ഞാൻ നിൽക്കുന്നു, എന്നെ വിളിക്കുന്നില്ലേ, വാ ലിസി നിൽക്കുന്നു, ഏട്ടാ ഗൗതമേട്ടാ എന്നൊക്കെ വിളിച്ച് കളിയാക്കട്ടോ. അങ്ങനെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം ഓടുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.